പുതിയൊരു എപ്പിസോഡ് AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലത്തെ നമ്പർ 1 ടൈൽ ഷോപ്പ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് കാർവിംഗ് ടൈൽസ്. കമ്മിങ് ടു ദ പോയിന്റ് ഡയറക്ട്ലി. എന്തുവാണ് കാർവിംഗ് ടൈൽസ്, എവിടുന്നാണ് കാർവിംഗ് ടൈൽസ് വന്നത്, എന്തുവാണ് കാർവിംഗ് ടൈൽസിന്റെ പ്രത്യേകത, ഇത് ട്രെൻഡ് ഷോർട്ട് ടേം ആണോ അതോ ലോങ് ടേം ആണോ, ഈ ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് ഇന്ന് മറുപടി കണ്ടുപിടിക്കാം. വെയിറ്റ് ആൻഡ് വാച്ച്. നമ്മൾ ശരിക്കും ടൈൽസിന്റെ ഒരു മൂവ്മെന്റ് നമ്മുടെ മാർക്കറ്റിൽ കണ്ടു കഴിഞ്ഞാൽ ആദ്യം വന്ന ഗ്ലോസി ടൈൽസ് ആയിരുന്നു. ഈ ഗ്ലോസി ടൈൽസ് സിറാമിക് ബോഡിയുടെ പുറത്ത് റീജൻസി എന്ന് പറയുന്ന കമ്പനിയാണ് ആദ്യം കൊണ്ടുവന്നത്. ഈ ഗ്ലോസി ടൈൽസ് പണ്ടത്തെ കണ്ട ഓർമ്മയുണ്ടെങ്കിൽ ഒരു ഡെപ്തും ഇല്ലാത്ത നിറം മാത്രം മുമ്പിൽ നിൽക്കുന്ന ഒരു ടൈൽസ് ആയിരുന്നു. അവിടുന്നാണ് പിന്നെ നാനോ പോളിഷ് വന്നത്. നാനോ പോളിഷ് വന്നപ്പോഴാണ് ടൈൽസിന് കുറച്ചുകൂടെ ഡെപ്തും ഒരു കണ്ണാടി എഫക്റ്റ് ഒക്കെ അതിനകത്ത് വരാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് പതുക്കെ കുറച്ചുകൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് മാർക്കറ്റിൽ ആർക്കിടെക്ട്സ് ഇൻവോൾവ് ആയി തുടങ്ങിയ പ്രൊജക്ട്സിൽ മാറ്റ് ഫിനിഷ് ഡിമാൻഡ് വരാൻ തുടങ്ങി. മാറ്റ് ഫിനിഷ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇതുപോലത്തെ മാറ്റ് ഫിനിഷസ്. അപ്പം മാറ്റ് ഫിനിഷസ് വന്നപ്പോഴാണ് റൂംസിന് കുറച്ചുകൂടെ ഒരു ക്ലാസ് ലുക്ക് വരാൻ തുടങ്ങിയത്. ഇനി ഈ മാറ്റ് ടൈൽസിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതും ഒരു 2 ഡയമെൻഷണൽ ലുക്കാണ്. നമ്മൾ എത്ര വിചാരിച്ചാലും മാറ്റ് ടൈൽസിനകത്ത് ഡെപ്ത് കൊണ്ടുവരാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഗ്ലോസ് ടൈൽസിനകത്ത് ഡെപ്ത് കൊണ്ടുവരാൻ ഈസി ആയിരുന്നു. അതിനെ ഹൈ ഗ്ലോസ് ആക്കിയാൽ മതി. അപ്പം ഹൈ ഗ്ലോസ് ടൈൽസ് ആണ് ഇപ്പൊ നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ടൈൽ. കജാരി എറ്റർണിറ്റിയുടെ ഇൻഫെർനോ സീരീസാണ്. ഹൈ ഡെപ്ത് ഗ്ലോസ് ടൈൽസ് ഉണ്ടാക്കാൻ ഈസിയാണ്. പക്ഷെ അതിന്റെ ലിമിറ്റേഷൻ എന്തുവായിരുന്നു വെച്ചാൽ ഡാർക്ക് കളേഴ്സിൽ മാത്രമേ അത് എറിക്കത്തുള്ളൂ. ലൈറ്റ് ഷെയ്ഡ്സിൽ ഹൈ ഗ്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്നാൽ ഹൈ ഗ്ലോസിന്റെ എക്സ്ട്രാ കോസ്റ്റ് കസ്റ്റമർ കൊടുക്കുകയും വേണം. അങ്ങനെ ഹൈ ഗ്ലോസും ലോ ഗ്ലോസും ഇപ്പോഴും മാർക്കറ്റിൽ നിൽപ്പുണ്ട്. പക്ഷേ ഈ മാറ്റ് ഫിനിഷിനെ എന്ത് ചെയ്യാൻ പറ്റും അത് ആർക്കും അറിയത്തില്ലായിരുന്നു. അങ്ങനെയാണ് മാർക്കറ്റിൽ കാർവിംഗ് ടൈൽസ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ടെക്നോളജി വന്നത്. അതായത് പണ്ട് മാറ്റ് ഫിനിഷിനകത്ത് എന്തെങ്കിലും ഡെപ്ത് കൊണ്ടുവരണമെങ്കിൽ അതിന്റെ ബോഡിക്കകത്ത് തന്നെ പഞ്ച് ചെയ്യണം. അതായത് പാറ കൊത്തിയ ഒരു ഫിനിഷ്. അപ്പൊ അത് ബോഡിക്കകത്ത് തന്നെ കാണും. അത് ഗ്ലേസിനകത്ത് ചെയ്യുന്ന പഞ്ച് അല്ലായിരുന്നു. എനിക്കറിയാം ഈ കാര്യങ്ങൾ കുറച്ച് ടെക്നിക്കലാ, മനസ്സിലാകാൻ പാടായിരിക്കും. പക്ഷേ വെർബലി ഇതിനെ ഇതിൽ കൂടുതൽ നന്നായിട്ട് പറഞ്ഞു തരാൻ പറ്റത്തില്ല. കൂടുതൽ നന്നായിട്ട് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഷോറൂം വിസിറ്റ് ചെയ്ത് ഞങ്ങളുടെ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടുമായിട്ട് സംസാരിക്കണം. ഇത് നല്ല ഡീറ്റെയിലിൽ ഞങ്ങളുടെ സ്റ്റാഫ് ഇത് പറഞ്ഞു തരും. ഈ ടൈല് കാണുന്നത് കാശ്മീർ മാർഫിൽ എന്ന് പറയുന്ന കജാരിയുടെ ഏറ്റവും കൂടുതൽ വിൽപ്പന ഉള്ള ഒരു മോഡലാണ്. ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് വീടുകൾ അക്രോസ് കേരള, അക്രോസ് ഇന്ത്യ ഈ ടൈൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു ഭംഗി അവർ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ ലേറ്റ്ലി ആണ് കജാരിയ കാശ്മീർ മാർഫിലിനകത്ത്, ഇതാണ് കാശ്മീർ മാർഫിലിന്റെ പോളിഷ് ടൈല്, അതിനകത്ത് കാർവിംഗ് കൊണ്ടുവന്നത്. അപ്പൊ കാർവിംഗിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബോഡി ഫ്ലാറ്റ് ആണിക്കും, ബോഡിക്കകത്ത് പഞ്ച് കാണത്തില്ല. പക്ഷേ ഇടുന്ന ഗ്ലേസിനകത്താണ് പഞ്ച് വരുന്നത്. വിച്ച് മീൻസ് ഇത്രയും നാള് നമുക്ക് ഇല്ലാതിരുന്ന മാറ്റ് ഫിനിഷിലെ ഒരു ഡെപ്തിന്റെ ഇഷ്യൂ കാർവിംഗ് ടൈൽസ് ക്ലിയർ ചെയ്തു. പക്ഷെ കാർവിംഗ് ടൈൽസ് വന്നപ്പം അതിന്റെ കൂടെ ഒരു സൈഡ് എഫക്റ്റും കൂടെ അത് കൊണ്ടുവന്നു. അതായത് മാറ്റ് ഫിനിഷ് ഓരോ ബാച്ചിനകത്തും അതിന്റെ സർഫേസ് ചെറിയ വ്യത്യാസം വരും. സോ ലാസ്റ്റ് ടൈം നമ്മൾ അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ ഇരിക്കുന്ന ടൈല് കുറച്ച് സ്മൂത്ത് ആയിരുന്നെങ്കിലും ചിലപ്പോൾ വീട്ടിൽ ഡെലിവറി ചെയ്യുന്ന ടൈല് അത്രയും സ്മൂത്ത് ആയിരിക്കത്തില്ല. സോ ആ ഒരു ഡിഫറൻസ്, അത് ബാച്ച് വേരിയേഷൻ, അത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതായത് നമുക്ക് ഫിനിഷിന്റെ പുറത്ത് ഒരു കൺട്രോൾ ഇല്ലായിരുന്നു. പക്ഷേ കാർവിംഗ് ടൈൽസിനകത്ത് പഞ്ച് ഗ്ലേസിനകത്ത് വരുന്നതുകൊണ്ട് ഈ പഞ്ച് ചെയ്തിട്ട് മെഷീൻ മാറാൻ ഈ ഗ്ലേസ് സോഫ്റ്റ് ആക്കിയേ പറ്റത്തുള്ളൂ. സോ വിച്ച് മീൻസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ കാർവിംഗ് ടൈൽ ഇടുമ്പോൾ നമുക്ക് 2 ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്. നമുക്ക് മാറ്റ് ഫിനിഷിനകത്ത് ഡെപ്തും കിട്ടും, അറ്റ് ദ സെയിം ടൈം സർഫേസ് വളരെ സ്മൂത്ത് ആയിരിക്കും. സ്മൂത്ത് സർഫേസ് എന്ന് പറഞ്ഞാൽ നോർമൽ മോപ്പിംഗ്, അതായത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ബ്രഷ് വെച്ചൊന്നും ക്ലീൻ ചെയ്യേണ്ട, ചില റസ്റ്റിക് മാറ്റിനകത്ത് ചെയ്യേണ്ടി വരുന്ന പോലെ നോർമൽ ഒരു മോപ്പിംഗ് ചെയ്താൽ തന്നെ ഈ ടൈൽസ് ക്ലീൻ ആവും. പിന്നെ ഇതിനകത്ത് ഓൾറെഡി പഞ്ച് ഉള്ളതുകൊണ്ട്, അതായത് നമുക്ക് ഇതാണ്ട് ഇവിടെ നമുക്ക് വിരൽ വെച്ച് ഇതിന്റെ ഓരോ ലൈൻസും ഇതിന്റെ ഓരോ ഡിസൈനും നമുക്ക് വിരൽ വെച്ച് ഫീൽ ചെയ്യാം. എന്ന് വെച്ചാൽ അതിനകത്ത് മൈക്രോ ക്രെവിസസ് ഉണ്ട്. എന്ന് പറയുമ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന ലൈറ്റ് ഹൈ ഇന്റൻസിറ്റി ലൈറ്റ് ആണെങ്കിൽ ഇതിനകത്ത് മൈക്രോ ഷാഡോസ് ഫോം ചെയ്യും. അങ്ങനെയാണ് ഈ 3D എഫക്ട് ഉണ്ടാവുന്നത്. ഈ ഓണം സീസണിൽ AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊണ്ടുവന്നിരിക്കുന്ന ഒരു വലിയ ഒരു കളക്ഷനാണ് കാർവിംഗ് ടൈൽസിന്റെ. മെറ്റീരിയൽസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഷോറൂം വിസിറ്റ് ചെയ്യുക. എവിടെ നോക്കിയാലും AV ടൈൽസിൽ വന്ന് ഈ കളക്ഷനോട് കണ്ടിട്ട് ഫൈനൽ ചെയ്യാം. നിങ്ങളുടെ ആവശ്യം പ്രകാരം കുറച്ച് കാർവിംഗ് ടൈൽസിന്റെ ഫുട്ടേജ് ഈ വീഡിയോ കഴിഞ്ഞ് കാണും. എൻജോയ്.